ഹായ്, agri ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് സ്പെയർ പാർട്സുകളാണ്. നമ്മളെ കയ്യിൽ കിട്ടിയ കുറച്ച് സ്പെയർ പാർട്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആവറേജ് കിട്ടുന്നതും ഒരു മിനിമം രീതിയിൽ വരുന്നതായിട്ടുള്ള കാർബറേറ്റർ കണ്ട്, പിന്നെ കുറച്ച് ഇംപ്ലിമെൻറ്റുകൾ, പിന്നെ നമ്മുടെ ബെൽറ്റ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബെൽറ്റിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ആദ്യം തന്നെ ബെൽറ്റിനെ കുറിച്ച് പറയാനുള്ള കാരണം, നമ്മൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 മാസം മുതൽ ഒരു 7 മാസം, ഒരു വർഷം കഷ്ടിച്ച് നിൽക്കുള്ളൂ. എങ്ങനെ കറക്റ്റ് രീതിയിൽ ഇത് ഒരു വർഷം കഷ്ടിച്ച് നിൽക്കാറുള്ളൂ. എങ്ങനെ ഒരു 5 മാസം നിൽക്കും ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ. ഒരു വർഷം കഷ്ടിച്ച് നമ്മൾ കെട്ടിയും തുന്നിയും ഇങ്ങനെ കൂട്ടി കെട്ടിയൊക്കെ പിന്നെ കൊണ്ടു നടക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അത്യാവശ്യം നല്ല, ഇതിൻ്റെ ബെൽറ്റുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു നൈലോൺ റൂപ്പ് തന്നെയാണ്. നൈലോൺ നൂല് വെച്ചിട്ടാണ് നെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം ഈട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവം ഞാൻ കണ്ട സമയത്ത് വാങ്ങി. ഇത് ഞാനൊരു 6 മാസം മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ ടൈപ്പ്. അത് അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട്, ഇപ്പം കേടായിട്ടില്ല. അപ്പം അതുകൊണ്ട് പുതിയത് ഒന്നുകൂടി കണ്ടപ്പം ഞാൻ എടുത്ത് വന്നതാണ്. അപ്പം ഈ ബെൽറ്റ് അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഉപയോഗിക്കാൻ, നമുക്ക് പ്രൊഫഷണൽ വെട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ എത്തിച്ചു തരാം. കുറഞ്ഞ റേറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ ടൊയോട്ടോളിൻ്റെ ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൊയോട്ടോളിൻ്റെ ഓയിൽ 500 ml ആണിത്. അപ്പം റേറ്റും കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല, കാരണം റേറ്റ് ഇന്ന് പറഞ്ഞ റേറ്റില്ല, നാളെ ഒരുപക്ഷെ കൂടാനും കുറയാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് റേറ്റ് പറയാത്തത്. അപ്പം നമ്മുടെ കയ്യിൽ ഓയിലുണ്ട്, അത്യാവശ്യം നല്ല ഗ്രേഡുള്ള ഓയിൽ തന്നെയാണ്. അപ്പം ഓയിലിൻ്റെ വിഷയത്തിലുള്ളൂ. ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിക്കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെ ടൊയോട്ടോളിൻ്റെ തന്നെ ഗ്രീസ്. ഈ ഗ്രീസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ ലോക്കൽ വാങ്ങുന്ന അതേപോലെയല്ല, ഏതെങ്കിലും പാർട്ടിൽ നമ്മൾ ഗിയർ കേസിലൊക്കെ പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂടാകുന്ന സമയത്ത് നല്ല ലൂബ്രിക്കൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടത്. കട്ട കുത്തി ചൂടായി കട്ട കുത്തി കരി പോലെ ആവുന്നില്ല ഇത്. അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് കാലം ഈട് നിൽക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ വിഷയത്തിലുള്ളൂ, കാരണം മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ഇതൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മളെ 4 mm-ൻ്റെയും 5 mm-ൻ്റെയും 3 mm-ൻ്റെ ആയിട്ടുള്ള എല്ലെങ്കിൽ സെറ്റാണിത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ചെറിയൊരു റേറ്റ് അതിന് വരുന്നുള്ളൂ. നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുക എന്നുള്ളത്, ഒരു മെഷീന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പെട്ടെന്ന് അയക്കാനും നോക്കാനൊക്കെ ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനതെടുത്തത് പരിചയപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ സ്റ്റാർ ബ്ലേഡ്, അതായത് ഡ്രിമ്മർ സെറ്റിനുള്ളിൽ പുല്ല് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുല്ല് ഇത് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രിമ്മർ സെറ്റിൻ്റെ ഇടയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതായത് നമ്മളെ കിസാൻക്രാഫ്റ്റ് പോലുള്ള ഗിയർ സെറ്റിൽ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. നല്ല പുല്ലുള്ള സ്ഥലത്താണെങ്കിൽ അല്ലാത്ത മെഷീനിൽ ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്ന വിധം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ, ഇതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ കാണാത്തവർക്ക് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്താൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. പിന്നെ പുതിയൊരു ഇംപ്ലിമെൻ്റ് ഒന്നാണ് നമ്മളെ ഡ്രിമ്മർ സെറ്റ് തന്നെയാണ്. ഇതിൽ ഈ ചെറിയ പീസ് ബാക്കി വരുന്നത്, ചെറിയ പീസൊക്കെ വെച്ചിട്ട് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഇതിനും കുറഞ്ഞ റേറ്റ് തന്നെയുള്ളൂ. അപ്പം അത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ മെഷീനിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ചൂടായി കഴിഞ്ഞാൽ, പിന്നെ സ്റ്റാർട്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് തണുത്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാറുള്ളൂ എന്നുള്ള പല പരാതികളും പറയലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഗ്നിഷൻ കോയിലും കൈ കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർബറേറ്ററുകൾ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമ്മൾ NCH മെഷീന് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവർ പറഞ്ഞു 2:40 മുതൽ 3-3.5 മണിക്കൂർ വരെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാർബറേറ്ററാണ്. ഇത് ഏത് മെഷീനിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് അത്യാവശ്യം ആ NCH തന്നെ ഇറക്കുന്നതും NCH മെഷീനിലും G45 വന്ന കാർബറേറ്ററാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം മൈലേജ് കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് BSC പവർ. BSC പവറിൽ ഞാൻ ഉപയോഗിച്ചപ്പം ആകെ 1.5 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. അതായത് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. ഇത് സംഭവിച്ചത്, ഞാൻ അന്ന് BSC പവർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ മൈലേജും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ഇട്ട സമയത്ത് ഒരു 100 മണിക്കൂർ വരെ എനിക്ക് 1.5 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ 1.5 മണിക്കൂർ, കുറേ ഉപയോഗിക്കുമ്പോൾ ഒരു എന്തെങ്കിലും മുഷ്കിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ട നോക്കുക. അതല്ല, തൽക്കാലം ഉപയോഗിക്കാനാണെങ്കിലും ഇത് പറ്റും. റോപ്പിലാണെങ്കിൽ ബ്ലേഡിലാണെങ്കിൽ ഇതിന് എൻ്റെ കിസാൻക്രാഫ്റ്റിൽ എനിക്കിത് 3 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സത്യം കൂടി ഈ മെഷീനിൽ ഈ കാർബറേറ്റർ ഇട്ടപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മറ്റൊരു ബ്രാൻഡാണ് കിങ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർബറേറ്റർ.
നമ്മൾ BSc പവറിൽ G45 തന്നെ ഇത് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം മൈലേജ് ഇതും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ തരാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതിൻ്റെ കേസ് ഡാമേജ് വന്നപ്പോൾ ഞാൻ മാറ്റി ഇതിലിട്ടതാണ്. പിന്നെ വാൽബറോ കാർബറേറ്റർ, നമ്മളെ ഏറ്റവും നല്ല കാർബറേറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ബ്രാൻഡ് തന്നെ. ഇതൊക്കെ ഉണ്ടോ, ഇതിൻ്റെ ഈ ഭാഗത്ത് ലോക്കലിൽ വരുന്നത് ഇവിടെ അലൂമിനിയം രൂപത്തിലാണ്. ഇത് ഈ ചെമ്പ് മെറ്റീരിയലാണ് ഇവിടെ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടാകും. തിരിച്ചറിയാനുള്ള ചെറിയൊരു മാർഗ്ഗം ഇതാണ്. പിന്നെ ഒറിജിനലിൻ്റെ മാറ്റം ഇതിൻ്റെ ട്യൂണിങ് സെറ്റ് ഇതിന് ഉൾഭാഗത്തായിരിക്കും ഇതിൻ്റെ സ്ക്രൂ ഉണ്ടാവുക. ലോക്കലിന് നമ്മൾ കിസാൻ ക്രാഫ്റ്റ് പോലൊക്കെ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മളെ വലിയ വലിയ മെഷീനിലൊക്കെ, അതായത് ഇപ്പോൾ റേറ്റ് കൂടുതലുള്ള മെഷീനിൽ വാൽബ്രോ കാർബറേറ്റർ വരുന്നുണ്ടെന്ന് പറയുന്നില്ലേ, ആ കാർബറേറ്റർ ഇതാണ്. ഇതും നമുക്ക് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളെ ഉദ്ദേശിച്ച് മാത്രം ഞാൻ വാങ്ങി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വാൽബ്രോ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലൊക്കെ എഞ്ചിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു CC കണക്കാക്കിയിട്ടുണ്ടാകും. അപ്പോൾ വാൽബ്രോ അത്യാവശ്യം ഒരു 45 CC ഒക്കെ ഉള്ള മെഷീനിലാടുന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. ഒരു പക്ഷേ 3 മണിക്കൂർ തന്നെ കിട്ടും. എന്തായാലും 2 മണിക്കൂർ 2.25 കിട്ടിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ലാഭകരമായിട്ടുള്ളത് തന്നെയാണ്. വാൽബ്രോ ഒറിജിനൽ കാർബറേറ്റർ തന്നെയാണ്. അപ്പം ഇതും ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ പറഞ്ഞു തീർക്കുന്നതിൻ്റെ കാരണം ഇത് സ്പെയർ പാർട്സുകൾ പരിചയപ്പെടുത്തുമ്പോൾ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗ്രീസ് പമ്പ് കണ്ടോ, നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് സിറിഞ്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഇത് നമ്മൾ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. ഇതിനുള്ളിലേക്ക് ഗ്രീസ് ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ അടിക്കാൻ പറ്റിയ നമുക്ക് കൂടെ കൊണ്ട് നടക്കണം. ഒരു ദിവസം ഞാൻ മറന്നു പോയാൽ വർക്ക് സൈറ്റിൽ നിന്നെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം കൊണ്ട് നടക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള, നമ്മൾ മൈലേജ് ഇല്ല, സ്പീഡില്ല, പവർ കിട്ടുന്നില്ല, ദമ്മ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടുകൊണ്ട് വാങ്ങിയതാണിത്. അതായത് നമ്മൾ മെഷീനിൽ എല്ലാ സമയത്തും അതായത് പവർ കുറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഓയിൽ സീൽ പോകുന്നതാണ്. അതായത് 2 ഓയിൽ സീൽ വരും, ഒരു ചെറുതും വലുതുമായിട്ട് ഓയിൽ സീലുകൾ നമ്മളെ ബ്രഷ്കട്ടറിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഓയിൽ ലീക്കാവുന്നത് നമുക്ക് കാണാറുണ്ട്. അതായത് സൈലൻസറിൻ്റെ സൈഡിൽ കൂടി അതിൻ്റെ മുൻഭാഗത്തുള്ള ഹൗസിങ്ങിൻ്റെ സൈഡിൽ കൂടിയും പോകുന്നുണ്ട്. അത് മുന്നിലേത് പോയി കഴിഞ്ഞാൽ മുൻഭാഗത്തും, ആ സ്റ്റാർട്ടറിൻ്റെ ഭാഗത്ത് തൊട്ട് മുന്നിലിടുന്നത് പോയി കഴിഞ്ഞാൽ ബാക്ക് ഭാഗത്തു കൂടി ഇതേപോലെ ഓയിൽ വരും. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ മൈലേജ് കിട്ടുന്നില്ല, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയുന്ന ആളുകൾ കാർബറേറ്റർ മാറ്റുന്നതിന് മുമ്പ് ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രം കാർബറേറ്റർ വാങ്ങിയാൽ മതി. അല്ലാതെ ഈ എൻജിൻ എയർ ടൈറ്റ് അല്ലാത്ത പക്ഷം മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും അല്ല പ്രശ്നം. കാർബറേറ്റർ വാങ്ങിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ആവശ്യം നമ്മൾ സുഖമായിട്ട് രീതിയിൽ വർക്ക് ചെയ്യുക, ചിലവ് കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഓയിൽ സീലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് കംപ്രഷൻ കുറവുള്ള മെഷീൻ ആദ്യം അത് റെഡിയാക്കി വർക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാർബറേറ്റർ ഇട്ടാലും മതി, വാങ്ങിയാലും മതി. ആദ്യം ഈ ചെറിയ പൈസൻ്റെ ഈ സംഭവം റെഡിയാക്കിയിട്ട് മാത്രമേ ഈ പറയപ്പെട്ട കാർബറേറ്ററുകൾ വാങ്ങി മൈലേജ് കൂട്ടാൻ പാടുള്ളൂ. ചെറിയ കേസാണ് ഉള്ളൂ ഇതിന്. അപ്പോൾ അതൊന്ന് അയച്ച് റിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു പണി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞാൻ ഈ ഓയിൽ സീലൊക്കെ മാറുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മൈലേജ് കിട്ടാത്ത ആളുകൾ ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ നോക്കുക, ഇത് മാറ്റുക, എന്നിട്ട് മതി മൈലേജ് കൂട്ടാൻ കാർബറേറ്റർ വില കൊടുത്ത് വാങ്ങുന്നത്. ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ സ്റ്റാൻഡ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുത്താൽ ആ സ്റ്റാൻഡ് മാത്രം ഫിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്റ്റാൻഡ് നമ്മളെ ഫ്യൂൽ ടാങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ ലോക്കായി കിടക്കുന്നുണ്ട്. ആ ലോക്കിൻ്റെ തൊട്ട് മുന്നിൽ ഈ റബ്ബർ ബുഷ് ഇടണം. അല്ലെങ്കിൽ അതേപോലെ തന്നെ മുൻഭാഗത്തും ഇതേപോലെ 2 വാഷറുകളുണ്ട്, അതിടണം. അല്ലെങ്കിൽ വൈബ്രേഷനായി ഈ മെറ്റൽ ഭാഗം തട്ടിയിട്ട് ടാങ്ക് കേടുവരും. അപ്പം ടാങ്കും വാങ്ങേണ്ടി വരും. അപ്പം ഇതൊക്കെ ചെറിയ കേസുള്ളൂ. ഇത് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം ടാങ്കിനും കംപ്ലൈൻറ്റ് വരാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് മതി നമ്മൾ ടാങ്ക് മാറ്റുന്നതാണെങ്കിലും ഈ ഓയിൽ സീൽ മാറ്റിയിട്ട് മതി കാർബറേറ്റർ വാങ്ങലൊക്കെ. അപ്പോൾ അതും കൂടി പറഞ്ഞു തരാം. ഇനി നേരെ ഓടിച്ചെന്ന് എൻ്റെ അടുത്തു നിന്നാണെങ്കിലും വേറെ എവിടെ നിന്നാണെങ്കിലും അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിലും
ഈ സ്ക്രൂ തെറിച്ച് പോവും, ഉരി ചാടിയിട്ട് അവിടെ ഇടയ്ക്ക് ലൂസായി പോവും, വൈബ്രേഷൻ വന്നിട്ട് മറ്റ് കംപ്ലൈൻറ്റുകൾ വരും. അപ്പം സ്ക്രൂ വേണമെന്നുള്ളവർ നമ്മൾ ഓർഡർ ചെയ്താൽ മതി. ചെറിയ തോതിലുള്ള റേറ്റിന് നമുക്ക് അത് എത്തിച്ചു തരാം. ഇത് മാത്രം ഓർഡർ ചെയ്ത് വരുത്തി കഴിഞ്ഞാൽ നഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു 10 എണ്ണം വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും സാധനങ്ങൾ എൻ്റെ ആവശ്യത്തിനും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.